സ്വകാര്യ സർവകലാശാല ബില്ല് മാർച്ച് 3-ന് നിയമസഭ പരിഗണിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകളാണ് പ്രതിപക്ഷമടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃത്യമായി സർക്കാരിന് ഇത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സ്വകാര്യ സർവകലാശാലകൾ വേണ്ടി വരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. എന്താണ് ബില്ലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കൂടുതൽ വസ്തുതകൾ? ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് അതിന് കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ആ ബില്ലാണ് ഇന്നിപ്പോൾ BSc ചേർന്നുകൊണ്ട് മാർച്ച് 3-ന് നിയമസഭ പരിഗണിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അത് കൂടുതൽ വിപുലീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്വകാര്യ സർവകലാശാലകളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പക്ഷേ സാമൂഹ്യ നീതിയിൽ ഊന്നി തന്നെയായിരിക്കും ഈ സ്വകാര്യ സർവകലാശാലകളുടെ പ്രവർത്തനം എന്നുള്ളത് ബില്ല് ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് സംവരണ തത്വങ്ങൾ ഒന്നും അട്ടിമറിക്കും എന്നുള്ളൊരു ആശങ്ക ആർക്കും വേണ്ട എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് എടുത്തു പറയേണ്ടത് ഈ സ്വകാര്യ സർവകലാശാലകൾ സർക്കാരിനെ സമീപിക്കുമ്പോൾ അതിന്റെ അന്തിമ അംഗീകാരം നൽകേണ്ടത് നിയമസഭയാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി തന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആ ബില്ലാണ് ഇപ്പോൾ മാർച്ച് 3-ാം തീയതി സഭ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സിജു, ശരി. സ്വകാര്യ സർവകലാശാല ബില്ല് മാർച്ച് 3-ന് നിയമസഭ പരിഗണിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്.